ചിങ്കു എന്ന JCB. ആരാണ് ചിങ്കു JCB? അവനൊരു പാവത്താനായിരുന്നു. പക്ഷെ ഇപ്പോ അവനൊരു കില്ലാടിയാണ്. അതെങ്ങനെ? ആ കഥയാണ് ഇത്. പലയിടങ്ങളിൽ മണ്ണ് മാന്താനും ആർക്കും വേണ്ടാത്ത കുളങ്ങളിൽ നിന്നും ചെളിയൊക്കെ കോരി മാറ്റാനും പോകുന്നതായിരുന്നു ചിങ്കു JCBയുടെ പണി. ഏതൊരു JCBയെയും പോലെ വലിയ പർവ്വതങ്ങൾ തുരക്കാനും പടുമരങ്ങൾ കടപുഴക്കി എറിയാനും ഒക്കെ ചിങ്കുവിനും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇവനൊരു പേടിക്കാരനായതുകൊണ്ട് അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾക്കൊന്നും ആരും ചിങ്കുവിനെ വിളിക്കാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചിങ്കു റോഡരികിലൂടെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോവായിരുന്നു. അപ്പോ റോഡിനരികിലെ ആൽമരം ഒന്ന് കുലുങ്ങി. മുത്തശ്ശനാലെ എന്തു പറ്റി? എന്താ നിന്ന് വിറയ്ക്കുന്നത്? JCB പതുക്കെ സ്വകാര്യം ചോദിച്ചു. അപ്പോൾ ആൽമരം ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, ചിങ്കു JCB, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക. ആ തുരപ്പനലികളും കൂട്ടരെ എൻ്റെ വേരിൽ മാള ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. മണ്ണിന്റെ ഉറപ്പൊക്കെ പോയി. എനിക്ക് പിടിച്ചു നിൽക്കാനേ കഴിയുന്നില്ല. ഇതു കേട്ട ചിങ്കു JCBക്ക് സങ്കടം തോന്നി. എത്രയോ തവണ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോ ചിങ്കു JCBക്കും തണൽ തന്ന മരമാണ് മുത്തശ്ശനാൽ. കുറേയേറെ കിളികളുടെ കൂടുകളും ഉണ്ട്. അതിലൊക്കെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. മൂപ്പരെ സഹായിക്കാൻ എന്ത് ചെയ്യാം? ചിങ്കു JCB ആലോചിച്ചു. അവൻ നിസ്സഹായനായി അവിടെ നിൽക്കുകയായിരുന്നേ. അപ്പോ ഒരു ചെറിയ പക്ഷി മരച്ചില്ലകളിൽ നിന്ന് ചിറകടിച്ച് പറന്നുവന്ന് അവന്റെ കോരിക്കൈയിൽ ഇരുന്നു. എന്നിട്ട് പറയാണ്, വിഷമിക്കേണ്ട ചിങ്കു. പക്ഷി ചിലച്ചു. നിന്റെ ഉള്ളിൽ വലിയ ശക്തിയുണ്ട്. ഇപ്പോ ഈ മരത്തെ സഹായിക്കാനുള്ള സമയമായിരിക്കും. ചിങ്കു JCB ഒരു നിമിഷം ആലോചിച്ചു. അവൻ റോഡുകൾ കുഴിക്കുന്നതിനും ചെളി കോരിയെടുക്കുന്നതിനും കെട്ടിടങ്ങൾക്ക് അടിത്തറയിടുന്നതിനും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടും കൽപ്പിച്ച് ചിങ്കു നെഞ്ചു വിരിച്ച് പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയ JCB അല്ല, പക്ഷേ ശ്രമിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. ദൃഢനിശ്ചയത്തോടെ ചിങ്കു ആൽമരത്തിന്റെ വേരുകൾക്കരികിലേക്ക് ഓടിച്ചെന്നു. തുരപ്പനെലികൾ ഉണ്ടാക്കിയ മാളങ്ങൾ അവന് കാണായിരുന്നു. വേരുകളിലും മണ്ണേയില്ലായിരുന്നു. മുത്തശ്ശനാലെ വിഷമിക്കേണ്ട കേട്ടോ, ഞാനിവിടെ ഉണ്ട്, പെട്ടെന്ന് ശരിയാക്കി തരാം. ചിങ്കു ജോലി തുടങ്ങുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. വളരെ ശ്രദ്ധയോടെ ചിങ്കു കോരിക്കൈ ഉപയോഗിച്ച് മരത്തിന്റെ വേരുകൾക്ക് ചുറ്റും പതുക്കെ കുഴിച്ചു. വെറുതെ മണ്ണ് മാറ്റല്ല, തടമെടുത്ത് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും മണ്ണെടുത്ത് നിറച്ച് അവൻ ആ മരത്തിന് കരുത്ത് നൽകുകയായിരുന്നു. അതിനെ വീണ്ടും തല ഉയർത്തി നിൽക്കാൻ സഹായിക്കുകയായിരുന്നു. ചിങ്കു ജോലി ചെയ്യുന്നത് കണ്ടപ്പോ തങ്ങളുടെ മാളങ്ങൾക്ക് ശല്യമായെന്ന് മനസ്സിലായ തുരപ്പനെലികൾ അവിടെ ഇനി തങ്ങുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു. ആൽമരത്തിന് കൂടുതൽ ശക്തി തോന്നി. ചിങ്കു, നന്ദിയുടെ മോനെ, ആൽമരം പറഞ്ഞു. എനിക്കിപ്പോ വളരെ ആശ്വാസം തോന്നുന്നു. നീ എന്നെ രക്ഷിച്ചു. നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. ചിങ്കു JCB അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. മുത്തശ്ശനാലെ ഇന്ന് മുത്തശ്ശനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏറ്റവും വലുതോ ശക്തനോ ആകുന്നതിലല്ലേ കാര്യം, ശരിയായ കാര്യം ശരിയായ നേരത്ത് ചെയ്യുന്നതിലുള്ള ധൈര്യം കാണിക്കുന്നതിലാ മിടുക്ക്, അല്ലേ മുത്തശ്ശ? അന്നു മുതൽ ചിങ്കു പഴയ ധൈര്യമില്ലാത്ത JCB ആയിരുന്നില്ല കേട്ടോ. അവൻ തന്റെ ഭയത്തെ നേരിട്ട് കഴിഞ്ഞല്ലോ. ചിങ്കു ആൽമരം മുത്തച്ഛനരികിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ആ പഴയ മരം ഇളം കാറ്റിൽ അതിന്റെ ചില്ലകൾ വീശി. ചിങ്കു JCB, എന്റെ വീരനായകൻ കുട്ടാ എന്ന് പറയും പോലെ തോന്നും. വലിയ വെല്ലുവിളികളാണ് നമ്മളെ ഏറ്റവും ശക്തരാക്കുന്നതെന്ന് ചിങ്കു ഒരു നനുത്ത ചിരിയോടെ ഓർത്തു. കഥ ഇഷ്ടായോ?